സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. IAS അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് അനുകൂലമായ ഒരു ശരിയായ നീതിപൂർവമായ ഒരു ഉത്തരവ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ഹർജിക്കാരിൽ ഒരാളായ ഡോക്ടർ B. അശോക് IAS നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇതിൽ കുറേ കാലമായുള്ള ഒരു നിയമ പോരാട്ടത്തിനാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് കൃത്യമായ ഒരു നീതിയുക്തമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കും. അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിധിയാണ്. കാരണം അതിനകത്ത് നിയമത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. സർക്കാർ ഇത് പാലിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾ ബോധിപ്പിച്ചത്. അത് 26-ൽ തന്നെ ഇന്ററിം ഓർഡർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇഷ്യൂ ചെയ്തു. ഗവൺമെന്റ് കണ്ടസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ ആ ഇന്ററിം ഓർഡർ വിപുലീകരിച്ചുകൊണ്ടും അത് ബഹുമാനപ്പെട്ട ട്രിബ്യൂണലിന്റെ അന്തിമ ഉത്തരവാക്കിയും അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിധി എന്ന് പറയുന്നത് ഈ IAS കേഡറിലുള്ള പദവിയിൽ IASകാരെ മാത്രമേ നിയമിക്കാവൂ എന്ന് ഈ IAS അസോസിയേഷൻ പറയുന്നിടത്താണോ സർക്കാർ ഇത് ബോധ്യപ്പെടുന്നത്? സർക്കാരിനെ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുന്ന പോലെ ആയി പോവും. സർക്കാർ എന്ന് ഇന്ത്യയിൽ പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റിനോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ ചട്ടങ്ങളെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു ചട്ടം പാലിക്കേണ്ടതാണെന്ന് പിന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ലംഘനത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് ഈ ഉത്തരവിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂണിയൻ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്താലും അത് അതിൻ്റെ കേഡർ, അതിൻ്റെ ഹോം എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ആണ്. ഇപ്പോൾ 25 കേഡേഴ്സോ മറ്റോ ഉണ്ട്. അപ്പോൾ ആ കേഡറുകളിൽ ഏത് റൂൾസ് അനുസരിച്ചാണ് ഇത് പോകേണ്ടതെന്നുള്ളത് പാർലമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. റൂൾസ് റൂൾ സെക്ഷൻ 3 ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആക്ടിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റും അതേ ലൈനിൽ തന്നെ പോകണം. അത്രേ ഉള്ളൂ. ഒരു സ്റ്റേറ്റിന് അവരുടെ സ്വന്തം രീതിക്ക് അങ്ങനെ സാധിക്കില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ഒപ്പം റിക്രൂട്ട് ചെയ്ത ആളിന് ഒരു ചട്ടവും മറ്റു സ്റ്റേറ്റിൽ വേറെ ചട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ ഇല്ലല്ലോ. അപ്പോൾ അത് പാലിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്, കേഡർ കൺട്രോളർ ബാധ്യസ്ഥമാണ്. അത് തന്നെയാണ് ഇതിനകത്ത് അടിവരയിട്ട് പറഞ്ഞത്. വേറെ ഡ്രമാറ്റിക്കായിട്ട് ഒന്നും കോടതി പറഞ്ഞില്ല. നിയമം അനുസരിച്ച് പോകണം, വണ്ടി ഇടതുവശത്ത് തന്നെ ഓടിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കവേ തങ്ങൾക്ക് 3 തവണയാണ് ട്രാൻസ്ഫർ ഉത്തരവുണ്ടായത്. കേഡറിന് പുറത്തേക്ക് 3 തവണ ട്രാൻസ്ഫർ ഉത്തരവ് ഉണ്ടാകുന്നു. ആ 3 ഉത്തരവും റദ്ദ് ചെയ്തിട്ടുള്ള ഒരു വിധിയാണ് ഇതിലൂടെ ഉണ്ടായത്. മൂന്നാമത്തേത് ഗവൺമെന്റ് തന്നെയായിരുന്നു PNDRD സെക്രട്ടറി ആയിട്ടുള്ളത്. പക്ഷെ അതും ഈ ചട്ടത്തിലെ നിഷ്കർഷിക്കുന്ന നടപടിക്രമം പാലിക്കാതെ ചെയ്തുകൊണ്ടാണ് റദ്ദ് ചെയ്തത്. ഇപ്പോൾ സർക്കാരിന് ഇനി അടുത്ത് ഒരുപക്ഷെ ഉറപ്പായും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകേണ്ട ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ IAS അസോസിയേഷൻ്റെ ഒരു നിയമ പോരാട്ടം ഏത് വഴിയിലായിരിക്കും? തീർച്ചയായും IAS അസോസിയേഷൻ ആണല്ലോ ഈ കേസിലെ ഹർജി കക്ഷി. അപ്പോൾ ഞങ്ങളെ കൂടെ കേൾക്കാതെ അതിനകത്ത് വിധി ഉണ്ടാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഹൈക്കോർട്ടിൽ അത് ഫൈറ്റ് ചെയ്യും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ പ്രൊവിഷനുണ്ട്. അപ്പീൽ കേൾക്കുമ്പോൾ ഞങ്ങളുടെ വാദമുഖങ്ങൾ പറയും. അല്ലാണ്ട് അപ്പീൽ ഹർജി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഗവൺമെന്റ് വാദം എന്നുള്ളത്. രാജീവ് കുമാർ എക്സൈസ് കമ്മീഷണർ പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിന് ഈ വിധി വരുന്നതോടുകൂടി അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഈ ജഡ്ജ്മെന്റിന്റെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അവരെ റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ആ പദവിയിൽ നിന്ന് അവരെ മാറ്റി. ഇന്നലെ വരെ അവർ തുടർന്നു, ഇന്ന് റിമൂവ് ചെയ്തു. IAS ഉദ്യോഗസ്ഥരെ വെച്ച് ചാർജ് അറേഞ്ച്മെന്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഡയറക്ടർ പദവി K. ജയകുമാർ അദ്ദേഹം വിരമിച്ച ശേഷം 7.5 വർഷമാണ് ആ പദവിയിലുണ്ടായിരുന്നത്. വലിയ രീതിയിൽ കോൺട്രവേഴ്സി, വിവാദമുണ്ടായൊരു വിഷയം കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. മാസം മുമ്പ് അദ്ദേഹത്തെ എനിക്കറിയില്ല മാറ്റിയോ ഇല്ല എന്നുള്ള, അദ്ദേഹത്തിന് റിലീവ് ചെയ്തോ എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ഇല്ല. ഞാനിന്ന് IMG ചോദിച്ചപ്പോൾ അദ്ദേഹം റിലീവ് ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ രേഖയൊന്നും അവരുടെ ഇല്ല. അപ്പോൾ അതിൽ കോടതി വ്യക്തമായ ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് IAS കേഡറിന് റിസർവ് ചെയ്ത ഒരു പോസ്റ്റിൽ ആ പേര് ചെറിയ രീതിയിൽ മാറ്റിക്കൊണ്ട് ഡയറക്ടർ ജനറൽ എന്നുള്ളത് ഡയറക്ടർ എന്ന് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഒരാളിനെ കരാർ അടിസ്ഥാനത്തിലോ അല്ലാതെയോ സ്റ്റേറ്റ് സർവീസിൽ നിന്നോ നിയമിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള റീഡെസിഗ്നേഷൻസും ഓർ ത്രൂ എനി അതർ മീൻസ് IAS കേഡറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് പിന്നെ പാർലമെൻ്ററി ചട്ടപ്രകാരം അത് എൻകേഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറൊരു രീതിക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. കേഡറിലുള്ള ഓഫീസറെ തന്നെ നിയമിക്കണമെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ചില IMG പോലുള്ള പദവിയിൽ, ഡയറക്ടർ പദവികളിലൊക്കെ തന്നെ ഇത് ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇൻഫ്രിഞ്ച്മെൻറ്റ്സ് ഉള്ള പോസ്റ്റിലെ ആളുകളെ ഇന്ന് തന്നെ നീക്കിയതായിട്ട് ട്രിബ്യൂണൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. ദേ സ്റ്റാൻഡ് റിമൂവ്ഡ്. പകരം IAS ഓഫീസറെ പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് IMGയിലും കിലയിലും ഓൾറെഡി അങ്ങനെ ചെയ്തു. ഒരു പോസ്റ്റ് മാത്രമേ അങ്ങനെ വിട്ടുപോയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ, ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം നാളുകളായുള്ള ഒരു നിയമ പോരാട്ടമായിരുന്നു IAS അസോസിയേഷൻ്റേത്. ഇപ്പോൾ അവർക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്നത് തീർച്ചയായും സർക്കാരിന് തിരിച്ചടിയാണ്. ഇനി സർക്കാർ ഏത് രീതിയിലാകും നിയമ പോരാട്ടം നടത്തുക എന്നാണ് അറിയേണ്ടത്. സുനിലിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.